ഇന്ത്യ മൊത്തം ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളെയാണ് ഇവിടെ വെള്ളപൂശിയത്. ഇതാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ തനി കൊണം എന്ന് പറയുന്നത്. സീറോ അബ്ദുള്ള അടക്കമുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി അതിന്റെ വക്താക്കൾ ഇവിടെ ഇവിടെ തന്നെയല്ലേ പറഞ്ഞത് ഇസ്ലാമിയോടൊപ്പം നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പം, നിങ്ങളുടെ ഈ മുതലക്കണ്ണീരും അതൊക്കെ കൈവെക്കുക. നിങ്ങൾ ഈ തരത്തിൽ ചരിത്രത്തിലെമ്പാടും ബംഗ്ലാദേശിന് വിമോചനം നേടിക്കൊടുത്തതിൽ ഭാരതത്തിന് പങ്കൊന്നും ഇല്ല എന്നിപ്പോ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഉപദേശകം പറഞ്ഞതുപോലെ തന്നെയാണ് ഒ അബ്ദുള്ളയും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞപ്പോ ശരിക്കും എനിക്ക് രോമാഞ്ചുണ്ടായി. കണ്ടില്ലേ? കണ്ടു. ഇവിടെ പറഞ്ഞ കാര്യം കേൾക്കുമ്പോ സത്യത്തില് ചിരിക്കണോ കരയണോന്ന് അറിയില്ല. അതാണ് സത്യാവസ്ഥ. അതേപോലെ തന്നെയാണ്. കരഞ്ഞോ ആ ശരി, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കരയാം. ആദ്യം ഞാൻ കരയട്ടെ. അതായത് എന്താണോ മൗദൂദി പറഞ്ഞത് അത് അതേപോലെ ഇവിടെ ഉന്നയിക്കപ്പെട്ടു. പറയട്ടെന്നേ, ഇസ്മുൽ ഈമാൻ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളൂ. ഓക്കെ, യെസ്, അറബിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞോ, സമാധാനായിട്ടിരിക്കൂ. ഒന്ന് സമാധാനായിട്ട് ഇരിക്കൂ. ഓക്കെ, അനാവശ്യമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത് കഴുതുകളുടെ ശബ്ദമാണ് ഖുറാനിൽ എഴുതിയിരിക്കുന്നത്. അതിനെ കൊണ്ട് വായിപ്പിക്കരുത്. ഞാനൊരു കഴുതയാണ്, പക്ഷെ താങ്കളുടെ ഞാനൊരു കഴുതയാണ്. ഞാനൊന്ന് പറയട്ടെ, ഒരൊലക്ക കിട്ടുമോ? പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോ ആരും ഇടപെട്ടില്ലല്ലോ. പ്ലീസ്. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. മൗദൂദി പറഞ്ഞ കാര്യങ്ങളിലൂടെ പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്നത് എന്തോ നല്ല കാര്യം പറഞ്ഞു എന്ന രീതിയിലേക്ക് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ വെള്ള പൂശുന്ന ആരെയാണ്? ഇതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? 1971 ആ ഒരു കാലഘട്ടത്തിൽ റസാഖർ അവരുടെ ആ ഒരു നേതൃത്വത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരുന്ന ഹിന്ദു ജനോസൈഡ് അതിൽ ഇടപെട്ടുകൊണ്ട് അതിനെയൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആ നീക്കത്തെ അത് വേറെ രീതിയിലേക്ക് വളച്ചുകൊണ്ട് പോകുന്നതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം കാർട്ടൂണുകളാണ് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് അവലംബിച്ചിരിക്കുന്നത്, ഇതിനെ വിമർശിക്കുന്ന ആളുകൾ. അങ്ങനെ കാർട്ടൂണുകളൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പല കാർട്ടൂണുകളും മുഹമ്മദ് നബിയെ കുറിച്ച് വരച്ചു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ടി വരും. അത് വെറുതെ പറയിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് കാർട്ടൂണൊക്കെ അവിടെ മാറ്റി വെക്കുക. നിങ്ങൾക്ക് പറയാനുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ഉന്നയിക്കുന്നത് പോലെ തന്നെ തിരിച്ചുള്ള കാർട്ടൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എഴുത്തുകൾ വെച്ചിട്ടോ വരുമ്പോ അത് സ്വീകരിക്കാനുള്ള ഒരു കെൽപ്പ്, അത് സ്വീകരിക്കാനുള്ള കെൽപ്പും ഒരു ക്ഷമയും നിങ്ങൾ കാണിക്കണം. അതാണ് ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്. അല്ലാതെ ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പോലും സംസാരിക്കാൻ അനുവദിക്കാതെ ഇതേപോലെ ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിച്ച് ഇതിന് വെകിളി കൂട്ടുന്നതിന് ജനാധിപത്യം എന്ന് പറയില്ല. അതിന് അസഹിഷ്ണുത എന്ന് തന്നെയാണ് നമ്മൾ പറയാ. അതിന് നിങ്ങളുടെ നിലവാരമില്ലായ്മ എന്ന് തന്നെയാണ് പറയാ. ഇനി അടുത്ത കാര്യം ഇതിൽ പറയാനുള്ളത്, ഒന്ന് സമാധാനിക്കും. അസ്സബ്റുൻ ഇസ്മുൽ ഈമാൻ. ഒരു 10 തവണ ദിക്ർ ചൊല്ലി അവിടെ ഇരിക്കും. അപ്പൊ ഞാൻ ഇനി പറയാനുള്ളത് ഇവിടുത്തെ ഈ ഒരു വിഷയത്തില് അവിടെ നമ്മൾ പറയുന്ന ഈ മൗദൂദിയുടെ കാര്യം പറയുമ്പോൾ ഹലോ, ചെകുത്താനെ വേദം ഓതാൻ ഞാൻ അനുവദിക്കൂല. അയാൾ ചെകുത്താൻ വേദം ഓതിയിട്ടുണ്ട്. വേദം ഓതുകയാണെങ്കിൽ ഞാൻ നീറ്റു പോകും. സന്തോഷം, അത്ര നിർബന്ധമാണ്. ഞാൻ തരാൻ വണ്ടിക്കൂലി, വേഗം സ്ഥലം വിടും. ചെകുത്താനെതിരെ വേദം ഓതുന്നത് നേരത്തെ ചില സമയങ്ങൾ അങ്ങനെയാണ്. ചെകുത്താനെ നിങ്ങൾ വണ്ടി പ്ലെയിൻ പിടിച്ചു പോയിട്ട് കല്ലെറിയുന്ന ആൾക്കാരല്ലേ, ഇത്ര ചെലവല്ലേ. അപ്പൊ കുറച്ച് ചെലവുണ്ടാവും. അപ്പൊ സമാധാനമായിട്ടിരി പറയുന്നത് കേൾക്കും. അപ്പൊ ഇവിടെ പറയാനുള്ളത് ഇനി ഈ മൗദൂദി പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. പക്ഷെ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗദൂദി എന്താ പറഞ്ഞത് നിങ്ങൾ വരികളിലൂടെ ഒന്നുകൂടി നോക്കൂ. ഇപ്പൊ നിങ്ങൾ ഈ പാകിസ്ഥാനുമായിട്ട് പോകുമ്പോ അതൊരു ലെസർ ഗോളാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നമുക്ക് പാകിസ്ഥാൻ മാത്രം പോരാ, ഇന്ത്യ മൊത്തം നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് പറഞ്ഞ സാധനത്തെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ട് മൗദൂദി പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് എതിരാണെന്ന് പറയുന്നത്. മൗദൂദി എന്താ ബാക്കി പറഞ്ഞത്? നമുക്ക് പാകിസ്ഥാൻ മാത്രം പോരാ, ഇന്ത്യ മൊത്തം നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് പറഞ്ഞതിനെയാണ് പുള്ളി അതിന് ഉൾട്ട ആക്കിയിട്ട് പറയാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇന്ത്യ മൊത്തം ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളെയാണ് ഇവിടെ വെള്ളപൂശിയത്. ഇത് കരിയല്ല, അവന്റെ തൊലിയുടെ നിറവാ, പോകുകയല്ല. ഇതാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ തനി കൊണം എന്ന് പറയുന്നത്.
തീരെ ബുദ്ധിയില്ലാത്തൊരു സാധനല്ലേത്. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അതിന്റെ വക്താക്കളായിട്ടുള്ള ആളുകളുടെ അവരുടെ ഫാദർ ഓഫ് നേഷൻ ആയിട്ടുള്ള മുജീബ് റഹ്മാനെ വരെ അവമതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇന്നിപ്പോ എത്തുന്നത് നമ്മൾ കാണുമ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? നമ്മളുടെ ഒ അബ്ദുള്ള, ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. അവരുടെ ഇച്ഛയ്ക്ക് എതിരായിരുന്നു എന്നാ പറയുന്നത്. ആ ഇച്ഛയോടൊപ്പം നിന്ന ആളുകൾ ആരാണ്? ഹിന്ദു കൂട്ടക്കൊല നടത്തുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരായിട്ടുള്ള ആളുകൾ 1971 ആ കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നു തള്ളുന്ന സമയത്ത്, ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന സമയത്ത് അത് ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ ആയിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള ആളുകളാണ് ഈ ഇന്ത്യയിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ അബ്ദുള്ള അടക്കമുള്ള സീറോ അബ്ദുള്ള അടക്കമുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി, ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി. അത്രക്കായോ? എന്നാ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ബാക്കി കാര്യം. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഇവിടെ തന്നെയല്ലേ പറഞ്ഞത് ഇസ്ലാമിയോടൊപ്പം ഇവിടെ നിങ്ങൾ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടുള്ള മീഡിയ വൺ അടക്കം മാധ്യമടക്കമുള്ള ചാനലടക്കം അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇത് പറയുമ്പോൾ ഉൾക്കൊണ്ടോന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഒന്ന് നിർത്തോ, വെറുതെ മനുഷ്യനെ പ്രാന്തുടിപ്പിക്കാൻ വേണ്ടി രാവിലെ നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പും നിങ്ങളുടെ ഈ മുതലക്കണ്ണീരും അതൊക്കെ കൈവെക്കുക. നിങ്ങൾ ഈ തരത്തിൽ ചരിത്രത്തിലെമ്പാടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്നും വഴിവെച്ചിട്ടുള്ള, കലാപം ഉണ്ടാക്കുന്നതിന് എന്നും വഴിമരുന്നിട്ടിട്ടുള്ള, അതിന്റെ വെടിമരുന്നുമായിട്ട് നടന്നിട്ടുള്ള നിങ്ങളെ പോലുള്ള ആളുകൾ മൗദൂദിയെ പോലും വെളുപ്പിക്കുന്നത് നമ്മൾക്ക് ഇവിടെ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ല. നമ്മൾ പറയാനുള്ളത് പറയും. നിങ്ങൾക്ക് താങ്ങില്ല എന്ന് നമുക്കറിയാം. നിങ്ങൾ നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേതാവായിരുന്നു എന്നല്ല പറയുന്നത്, അതിന്റെ വക്താക്കളായിരുന്നു നിങ്ങളെ. നിങ്ങളുടെ മുന്നേ ഉള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് കളവല്ല. നിങ്ങളെ ഞാൻ ചാലഞ്ച് ചെയ്യാണ്. ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി അന്നെടുത്ത കൈക്കൊണ്ട ആ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. അതിന്റെ വക്താക്കളാണ് നിങ്ങളൊക്കെ. അതിന്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ മീഡിയ വണ്ണ്, മുക്കാൽ മീഡിയ അടക്കമുള്ള സാധനങ്ങൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കൈ കഴുകാൻ കഴിയില്ല. അതൊക്കെ നിങ്ങൾ വേറെ പല സ്ഥലത്തും പോയി പറഞ്ഞാൽ മതി എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല. ഇവിടെ ഈ വിഷയത്തെ എടുത്തു വെച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ വെളുപ്പിക്കാനും ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള വിഷയത്തെ വെളുപ്പിക്കാനും അന്ന് നടന്ന ഹിന്ദു കൂട്ടക്കൊല ഇല്ല എന്ന് പറഞ്ഞു വെക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പില്ല. ഇവിടെ ചരിത്രം നിങ്ങൾക്ക് മാത്രമല്ല അറിയാം, ചരിത്രം അറിയുന്ന ബാക്കി ആളുകൾ ഇവിടെ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കണം. നല്ലതാണ് മിസ്റ്റർ സീറോ അബ്ദുള്ള. അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല.